ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 2-ാം വാക്യം. എൻ്റെ സഹോദരന്മാരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. ജീവിത സഹനങ്ങളിലും പരീക്ഷണങ്ങളിലുമൊക്കെ എങ്ങനെയാണ് നമുക്ക് സന്തോഷിക്കുവാൻ കഴിയുക? രോഗിയായിരിക്കുമ്പോൾ, ശത്രുക്കളുടെ പീഡനം ഏൽക്കുമ്പോൾ, കുടുംബ ബന്ധങ്ങളിൽ ഇടർച്ചയുണ്ടാകുമ്പോൾ, സാമ്പത്തിക പ്രതിസന്ധികൾ നേരിടുമ്പോൾ എങ്ങനെയാണ് നമുക്ക് സന്തോഷിക്കാൻ കഴിയുക? ഇത്തരം ജീവിത പ്രതിസന്ധികളിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിൽ വാസ്തവമായും നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സന്തോഷിക്കാൻ സാധിക്കുകയുള്ളൂ. തിരുവചനത്തെ നമ്മുടെ ജീവിതത്തിന് അനുകൂലമായി വളച്ചൊടിക്കുമ്പോഴല്ല, തിരുവചനത്തിന് അനുകൂലമായി നമ്മുടെ കാഴ്ചപ്പാടുകൾ മാറ്റുമ്പോഴാണ് പ്രതികൂലതകളിൽ സന്തോഷിക്കുവാൻ നമുക്ക് കഴിയുന്നത്. നമ്മെ ശക്തരാക്കുവാൻ വേണ്ടിയാണ് ദൈവം ചില പ്രതികൂലതകളെ നമ്മുടെ ജീവിതത്തിൽ അനുവദിക്കുന്നത്. യാക്കോബ് ഈ മർമ്മം തുടർന്ന് പറയുന്നുണ്ട്. 2, 3, 4 വാക്യങ്ങൾ. എൻ്റെ സഹോദരന്മാരെ, വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങൾ സന്തോഷിക്കുവിൻ. എന്തെന്നാൽ വിശ്വാസം പരീക്ഷിക്കപ്പെടുമ്പോൾ നിങ്ങൾക്ക് അതിൽ സ്ഥിരത ലഭിക്കുമെന്ന് അറിയാമല്ലോ. ഈ സ്ഥിരത പൂർണ്ണ ഫലം പുറപ്പെടുവിക്കുകയും അങ്ങനെ നിങ്ങൾ പൂർണ്ണരും എല്ലാം തികഞ്ഞവരും ഒന്നിലും കുറവില്ലാത്തവരും ആവുകയും ചെയ്യും. പരീക്ഷണങ്ങൾ എല്ലാം ദൈവത്തിൻ്റെ നിയന്ത്രണത്തിലാണ്. നമ്മളറിയാത്ത അനേകം പരീക്ഷണ സാഹചര്യങ്ങളിൽ നിന്ന് ദിവസവും ദൈവം നമ്മെ ഒഴിവാക്കുകയും രക്ഷിക്കുകയും ചെയ്യുന്നുണ്ട്. ചില പരീക്ഷണങ്ങൾ നമ്മുടെ വിശ്വാസത്തിൻ്റെ പരിശോധനയാണ്. നമ്മെ ശക്തരും പ്രാപ്തരുമാക്കുന്ന ദൈവത്തിൻ്റെ പദ്ധതിയും കൂടിയാണ് മറ്റു ചില പരീക്ഷണങ്ങൾ. ക്രിസ്തീയ പക്വത നേടുവാനും പരീക്ഷണങ്ങൾ സഹായകമാണ്. ഏതുതരം പരീക്ഷണങ്ങൾ വേണമെന്ന് തിരഞ്ഞെടുക്കുവാൻ നമുക്ക് സാധിക്കില്ല. പക്ഷേ പരീക്ഷണങ്ങളെ എങ്ങനെ നേരിടണം, അതിജീവിക്കണം എന്ന് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്. ചിലർ പരീക്ഷണങ്ങളെ ഭയന്ന് ജീവിതത്തിൽ നിന്നും ഒളിച്ചോടാറുണ്ട്. മറ്റു ചിലർ ഭയാശങ്കകളോടെ ദൈനംദിനം കത്തിയെരിഞ്ഞ് ജീവിക്കും. എന്നാൽ ദൈവത്തിൻ്റെ വിസ്മയ വാഗ്ദാനങ്ങളിൽ ഉറപ്പും പ്രത്യാശയുമുള്ളവർ ദൈവ കൃപയിൽ ആശ്രയിച്ച് പ്രശാന്ത മനസ്സോടെ മുന്നോട്ടു പോകും. ശത്രുവിനെ ഭയന്ന് കാട്ടിലൂടെ നടന്നപ്പോൾ നിർഭയനായി തനിക്ക് ഉറങ്ങാൻ കഴിഞ്ഞതിനെപ്പറ്റി ദാവീദ് പറയുന്ന സാക്ഷ്യം ഇങ്ങനെയാണ്. 4-ാം സങ്കീർത്തനം. ഞാൻ ശാന്തമായി കിടന്നുറങ്ങും. എന്തെന്നാൽ കർത്താവേ, അങ്ങ് എനിക്ക് സുരക്ഷിതത്വം നൽകും. എല്ലാ ജീവിത പരീക്ഷണങ്ങളെയും ദുരന്തങ്ങളെയും ശാപമാണ്, ദൈവകോപമാണ്, എൻ്റെ കഴിവുകേടാണ് തുടങ്ങിയ നിഷേധ കാഴ്ചപ്പാടിൽ കാണാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. പാപം അധിവസിക്കുന്ന ലോകത്ത് ജീവിക്കുന്ന എല്ലാവരുടെയും ജീവിതത്തിലും കഷ്ടതകളും ദുരന്തങ്ങളും ഉണ്ടാകും.
പരീക്ഷണ സഹനങ്ങളെ ദൈവാശ്രയത്തോടെ അതിജീവിച്ച് വിജയിക്കുമ്പോൾ നമ്മൾ കൂടുതൽ ശക്തരാകും. അതുകൊണ്ട് ദൈവം അറിഞ്ഞും അനുവദിച്ചും വരുന്ന സഹന പരീക്ഷണങ്ങളിൽ പോസിറ്റീവ് മെന്റൽ സെറ്റ് നിലനിർത്തുമെങ്കിൽ തളരാതെ മുന്നേറുവാൻ നമുക്ക് കഴിയും. ചുറ്റുമുള്ളവർ പറയുന്ന ഗോസിപ്പുകളും പരിഭവങ്ങളും പരാതികളും ഒന്നും നമ്മൾ കണക്കിലെടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ദുർബലരാകുമ്പോൾ അമിത ബലം തരുവാൻ കർത്താവ് നമുക്കുള്ളതുകൊണ്ട് നമ്മൾ ഒരിക്കലും വ്യാകുലപ്പെടേണ്ട കാര്യമില്ലെന്നാണ് ഭാഗ്യവാനായ പൗലോസ് പറയുന്നത്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ജീവിത സഹനങ്ങളിൽ ദുഃഖിക്കണമോ പ്രസാദാത്മകമായ മനോഭാവം സ്വീകരിക്കണമോ എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. ജീവിത സംഘർഷങ്ങളിൽ മാർത്തയായിരിക്കണമോ മറിയയായിരിക്കണമോ എന്ന് അതൊക്കെ നമ്മുടെ തിരഞ്ഞെടുപ്പാണ്. ചിരിച്ചാലും കരഞ്ഞാലും സുഖദുഃഖങ്ങൾ ജീവിതത്തിൽ കടന്നു വന്ന് പോയിക്കൊണ്ടിരിക്കും. അത് ജീവിതാവസാനം വരെ തുടരുന്ന അവസ്ഥാന്തരങ്ങളാണ്. അതൊന്നും നമ്മുടെ നിയന്ത്രണത്തിലുള്ള കാര്യമല്ല. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അത് നമ്മുടെ അവകാശമാണ്. കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. എന്നാൽ പ്രാർത്ഥിച്ചാലും ചില ദുരന്ത സഹനങ്ങൾ ദൈവം അനുവദിച്ച് ജീവിതത്തിൽ കടന്നു വന്നേക്കാം. ചിലത് വിട്ടുമാറാതെ നിലനിന്നേക്കാം. മുറിവും വേദനയും നൽകിക്കൊണ്ടിരുന്നേക്കാം. അപ്പോൾ മടുത്തു പോകാതെ, വിശ്വാസത്തിൽ ഇടറിപ്പോകാതെ, എന്റെ ഇഷ്ടമല്ല അവിടുത്തെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുവാനുള്ള വിവേകവും വിനയവും തിരിച്ചറിവും നമുക്കുണ്ടാകണം. കഴിഞ്ഞ കാലങ്ങളിൽ അനേകം പരീക്ഷണങ്ങളെ നമ്മൾ നേരിട്ടു. ഇന്നത്തെ ജീവിതത്തിലും സഹനങ്ങളുണ്ട്. നാളുകളിലും ദൈവം അനുവദിച്ചു വരുന്ന സഹന പരീക്ഷണങ്ങൾ ഉണ്ടായേക്കാം. അതൊന്നും നമ്മെ തകർക്കുവാനല്ല, തളർത്തുവാനല്ല, ശക്തരാക്കുവാൻ വേണ്ടി സർവശക്തൻ നമ്മുടെ ശരീര മനസ്സുകൾക്ക് നൽകുന്ന ശാക്തീകരണ വ്യായാമ മുറകളാണ്. നമ്മുടെ കർത്താവിന്റെ താങ്ങും കരങ്ങൾ എന്നും എപ്പോഴും നമ്മോടൊപ്പം ഉണ്ടായിരിക്കും. ഒടുവിലത്തെ മടക്കയാത്രയിൽ ഏകരായി മരണനിഴൽ താഴ്വരയിൽ നമ്മളെത്തുമ്പോൾ ശരണമായി പ്രാണപ്രിയൻ നമ്മോടൊപ്പം അവിടെയും ഉണ്ടാകും. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാം വാക്യം. ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരും. യോഹന്നാൻ 16-ാം അധ്യായം 33-ാം വാക്യം. നിങ്ങൾ എന്നിൽ സമാധാനം കണ്ടെത്തേണ്ടതിനാണ് ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞത്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടതകളുണ്ടാകും, എങ്കിലും ധൈര്യമായിരിക്കുവിൻ, ഞാൻ ലോകത്തെ കീഴടക്കിയിരിക്കുന്നു. നമ്മുടെ കർത്താവിൻ്റെ
ഈ തിരുവചനങ്ങളാൽ നമ്മൾ അനുഗ്രഹീതരാകട്ടെ, ശക്തരാകട്ടെ. ജീവിത പ്രതിസന്ധികളെ അതിജീവിച്ചു മുന്നേറുവാനുള്ള ആത്മബലം കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കട്ടെ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.